പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ച. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണക്കാലമാണ്, പരീക്ഷയുടെ കാലമാണ്. കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. SSLCക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും OET പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും PSC പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിവസത്തിന് അവർ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിവസത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരിയണത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പ്രയാസങ്ങളിലിരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവെ, അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു. കർത്താവെ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമണ്ഡത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത, നിൻ്റെ മുളുക്കിടത്തിൻ്റെ യോഗ്യത, കർത്താവെ, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും യോഗ്യതയാൽ അങ്ങനെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തി നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹീതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആശ്വദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത്
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഇതിനു ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട്, എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും. ഇതൊന്നും വായിച്ചിട്ടൊന്നുള്ള പുസ്തകമല്ല. ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും. പറയുമ്പോൾ തെറ്റിപ്പോകും. സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ. അപ്പം അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കണത്. കാര്യം അത് എക്സ്പീരിയൻഷ്യൽ ബിബ്ലിക്കൽ തിയോളജി അല്ല. ബൈബിൾ ദൈവശാസ്ത്രമാണ്. പക്ഷെ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാൾ ഉപരി ജീവിതത്തെ മുമ്പോട് മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഏലോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറാൻ കണ്ടിട്ടില്ലേ? അപ്പം ജീവിതം തള്ളിക്കയറ്റി ഉന്തി ഉരുട്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകം. അതാണ് ഞാൻ വിവേചിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമേ, ഇപ്പം ഇയാൾ ഇത് കണ്ടില്ലേ, ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ? ഇയാളൊരു തലവാത രോഗിയാണ്. ഇപ്പം സേതാക്കുളത്ത് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ്. അത് നമ്മുടെ നാട്ടിലെ കുളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല. അതിങ്ങനെ അറുത്ത് കുറച്ച് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത്. ബസ് കുളമാണെന്ന് പറഞ്ഞ് സ്പേസ് സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ്. പക്ഷേ നല്ല ഒരുവിധം 8 അടിയൊക്കെ ആഴമുണ്ടെന്ന് പറയുന്നത്. 8 അടി 6 അടി ഇങ്ങനെ ചതുരത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ തലവാര രോഗിക്ക് ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും. പക്ഷെ ആരെങ്കിലും സഹായം വേണ്ടി വരും. അല്ലാതെ നമ്മുടെ കുളം കഴിഞ്ഞൊന്ന് തീട്ടി നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും. ഇതങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിന് സ്റ്റെപ്സുകളുണ്ട് താഴേക്ക് സൈഡിൽ കൂടി. അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും സഹായിക്കണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ 38 കൊല്ലമായി. ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ജനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ 38 വയസ്സാണ് നടത്താം. 10 വർഷങ്ങളായി. ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ദൈവദൃശ്യം കിടക്കണ കുറേ മനുഷ്യരുണ്ട്. എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ. ചിലരെന്നെ പറയും, എൻ്റെ അച്ഛാ 75 കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പാപ്പ ശ്രമിച്ചു, എൻ്റെ അപ്പ ശ്രമിച്ചു. ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ നടന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങളിങ്ങനെ നീണ്ടു പോയേക്കാണ്. ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ. അപ്പോൾ അവൾക്കാണ് അവിടെ വിശ്വാസത്തോടു കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത്. ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം. പക്ഷെ ലാഗ് ചെയ്ത കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത്. ഇപ്പം 25 കൊല്ലം മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ ഉടമ്പെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും. എന്താ കാര്യം? കർത്താവ് ഏത് അന്ത്യവിനാഴികയ്ക്കും ഇടപെടുന്ന സ്വഭാവമാണ്. 38 കൊല്ലം അവൻ അവിടെ കിടക്കുന്നത്. നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പേ അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടുവെന്നാണ്. പലരും കാണുവേ, പല അണ്ണന്മാരും കാണേണ്ടവൻ കാണാതിരിക്കുന്നവൻ കാരണം വേറെ ആരും കണ്ടിട്ട് കാര്യമില്ല. കുറെ അണ്ണന്മാർ കണ്ടു, പഞ്ചായത്ത് മെമ്പർ കണ്ടു, അല്ലേ? ചിലപ്പോൾ മന്ത്രിമാരോട് പോയി കാണും, ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും,
ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ സമരക്കാരുടെ കഥയെ പറയുന്നുണ്ട്. പുരോഹിതൻ പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ, അതുപോലെ ഇവൻ്റെ അടുത്ത് കൂടി പുരോഹിതൻ ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും ഭടന്മാരും ഒക്കെ പോയി കാണാം. ഒത്തിരി പേര് പോയി, ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും. പക്ഷേ കാണണ്ടവൻ കാണണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുണ്ട് ഇയാൾ ആ ടൈപ്പായിരുന്നു, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാം. ചില പറയല്ലേ മന്ത്രിയുടെ PA ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്നില്ലേ, ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും. ഈ ഒത്തിരി വീമ്പിളക്കാരിക്കാണ് നല്ല കേട്ടോ, ഹെൽത്തി. അതറിയാമോ, ഇവരാരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല. ഇവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഇയാളും പണ്ട് അങ്ങനെയായിരുന്നു. ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇയാളെ വെള്ളം പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവില്ല. യഹൂദന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട്. യഹൂദന്മാരൊക്കെ അടച്ചുകുറ്റം പറയല്ല ഞാൻ. സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദിത്തം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് 4 പേര് കൂടി കട്ടിലോടുകൂടി ഇറക്കുന്ന ആൾക്കാരില്ല. അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാൾക്കും പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പം വെള്ളവിളകും റാഫേൽ മാലാഖ ബെശേദക്കുളത്ത് ഇറങ്ങുമ്പോൾ കലക്കും. അപ്പോൾ പിടിച്ചു കിടത്താതെ ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇയാളെ കൂടെ ഉണ്ടായതാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇയാളുടെ കൂടെ ഉണ്ടായാണ്. ചിലപ്പോൾ ഭാര്യ ഉണ്ടായി, ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും. മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ. ഇയാൾ തലവാതിരെ കൊണ്ട് ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും. മക്കളും ഉണ്ടായിക്കണമെങ്കിൽ മക്കളും ഇയാൾ തറവാതിരമാണ്. തറവാതിര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര. ഇയാളുടെ മലമൂത്രങ്ങളൊക്കെ ഇയാൾ ആരാണ് ഇതൊക്കെ നോക്കണത് അറിയാം. കാര്യം തറന്ന് കിടക്കുന്ന ആളല്ലേ. അപ്പോൾ ഇത് നിന്നെ ഇപ്പോൾ ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട്. അതാണ് പറയണത്. അവൻ അവിടെ കിടക്കണത് അവൻ കണ്ടു. 38 വർഷമായെന്ന് മനസ്സിലായത്. എന്തൊരു ഈശ്വരനെ കാണുമ്പോഴേ വല്ലാണ്ടായിപ്പോയി നമ്മൾ. അത്രയ്ക്ക് സംഭവമാണ് പറയണേ. അവനവിടെ കിടക്കണം. ഇതാണ് കർത്താവ്. അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഹൃദയമൊക്കെ ഇരിക്കുമ്പോഴേ, ഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കും. ഹൃദയത്തിൻ്റെ രൂപമില്ലാതെ ഒറ്റ വീടുണ്ടാകരുത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നണം. ഹൃദയത്തിന് പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട്. ഹൃദയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും. അതല്ല, തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ എംബ്ലമാണത്. ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവമായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, ഈ സിറ്റുവേഷനിലാണ് ഡു യു വാണ്ട് ടു ഹീൽ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അയാൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പേര് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴാരുമില്ല. ചിലരെന്ത് പറയണമെന്ന് അറിയാമോ, ഇവിടുത്തെ പ്രശ്നം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ, അതിനാണ് 10 മാർക്ക്. എന്താ കാര്യത്തിൽ നമ്മ ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്കാരും ഇല്ലെന്നുള്ളത് പറയത്തില്ലല്ല. അഹങ്കാരം ഉണ്ടേ, മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല. ഇല്ല ഞാൻ നോക്കിക്കൊള്ളാം ആര്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്, ആര് സഹായിക്കും, ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പ് അപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്തിരി പാടായിരിക്കും. പാത്രങ്ങളൊക്കെ വിളിച്ച് പറയും, ആരില്ലൊക്കെ വിളിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യും. അതല്ല, നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ചില ആൾക്കാർ ഭയങ്കര ജപ്തിയാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല, കൃപാസക്തി വരും. എന്താ കാര്യം? നമ്മുടെ ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. ചില കൃപാസക്തി വരത്തില്ല. എന്നറിയാമോ, കൃപാസക്തി വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് കൃപാസക്തി വരണതെന്ന് മറ്റോട് ധരിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസക്തി കണ്ടാൽ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. അയാൾ സമ്മതിച്ചു, എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. ഉള്ളതുപോലെ അംഗീകരിക്കണം. എന്നിട്ട് ദൈവദൃശ്യം അത് ഏറ്റു പറയണം. അപ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. വിശ്രാമം.